Lord, you're holy. Lord, you're holy, and we'll lift you up. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 19 തൊട്ട് 21 വരെയുള്ള വാക്യങ്ങൾ. പുഴുവും തുരുമ്പും കെടുക്കയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളുവിൻ. നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. എബ്രായ ലേഖനം 11-ാം അധ്യായം 13 തൊട്ട് 16 വരെ. ഇവർ എല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ച് ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. വിശ്വാസത്തിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഭൂമിയിൽ ഞങ്ങൾ അന്യരാണ്, പരദേശികളാണ് എന്ന് ഏറ്റുപറയുക. ഇന്ന് ചിലർ വിശ്വാസത്തെ തെറ്റായ അർത്ഥത്തിൽ എടുക്കാറുണ്ട്. വസ്തുവകകൾ, വീട്, പദവി ഇത് ലഭിക്കും, വിശ്വസിക്കൂ, വിശ്വസിച്ച് നേടിയെടുക്കൂ. അങ്ങനെ വിശ്വസിച്ചു, കുറേ പണം കിട്ടി, വീടും കിട്ടി, തിന്നു കൊഴുത്തു, ഇതാ മരിച്ചു, നരകത്തിൽ പോകുന്നു. അങ്ങനെയുള്ള ഒരു വിശ്വാസം അതല്ല ഇവിടെ പറയുന്ന വിശ്വാസം. ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്തു നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റുപറഞ്ഞും കൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. വിശ്വാസത്തിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പണം നേടാൻ വിശ്വസിക്കുക, എന്നിട്ട് സമ്പന്നനായി മരിക്കുക, അതല്ല. ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. അല്ലാത്ത മരണം എന്ത് മരണ? അവിശ്വാസത്തിലുള്ള മരണമാണ്. പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സൊക്കെ പ്രസംഗിക്കുന്ന വിശ്വാസം യാഥാർത്ഥ്യമേ അല്ല, മനുഷ്യരെ കൊടുക്കുന്ന വിശ്വാസമാണത്. ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നു എന്ന് കാണിക്കുന്നു. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടമുണ്ടായിരുന്നുവല്ലോ. ഇവർക്ക് ധാരാളം വസ്തുവകകൾ ഭൗതികമായി ഉണ്ടായിരുന്നു. അവർക്ക് വേണമെങ്കിൽ അതിലേക്ക് തിരികെ പോകാം. ഇത് പഴയ നിയമഭക്തരെക്കുറിച്ചാണ് പറയുന്നത്. അവർക്ക് ആ പഴയതിലേക്ക്, പഴയ ഭൗമിക നന്മകളിലേക്ക് പോകാനുള്ള അവസരം ഉണ്ടായിട്ടും അത് മനഃപൂർവ്വമായി വേണ്ട എന്ന് തീരുമാനിച്ചു. ഒരു യഥാർത്ഥ വിശുദ്ധൻ്റെ സ്വഭാവം ഇതാണ്. അവൻ ലോകമോഹങ്ങൾ ഉപേക്ഷിച്ചാൽ, ആഭരണമോ ആർഭാടമോ അങ്ങനെ പല കാര്യങ്ങളും ഉപേക്ഷിച്ചതാണ്. കുറച്ചു കഴിഞ്ഞ് വീണ്ടും അതിലേക്ക് തിരിയുന്നവനല്ല യഥാർത്ഥ വിശുദ്ധൻ. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു. അവരോ അധികം നല്ലതിനെ, ഈ ഭൂമിയിലെ വസ്തുക്കളെക്കാളും പണത്തെക്കാളും ആഭരണത്തെക്കാളും പ്രതാപത്തെക്കാളും ലോകരാഷ്ട്രങ്ങൾ കീഴടക്കി ഒരു ചക്രവർത്തിയായി ഭരിക്കുക, അതിനേക്കാളൊക്കെ നല്ലത് സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു. ഇവർക്ക് ഈ ഭൂമിയിലെ സകല കാര്യങ്ങളും, ഇവിടുത്തെ പ്രതാപവും പദവിയും നല്ല വീടുമൊക്കെ വളരെ നിസ്സാരമായി കാണാൻ കഴിഞ്ഞതിൻ്റെ രഹസ്യം എന്താണ്? അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. ഇന്ന് ചിലരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ദൈവത്തിന് ലജ്ജയുണ്ട്. ഞാൻ ക്രിസ്തു ഭക്തനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പണത്തിൻ്റെയും സ്ഥാനമാനത്തിൻ്റെയും ജഡികാസക്തികളുടെയും സഭാ കസാരകളുടെ പിന്നാലെയും പോകുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ കർത്താവിന് ലജ്ജയുണ്ട്. ഇവനാണല്ലോ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് ദേശത്ത് എൻ്റെ നാമത്തിന് അപമാനം വരുത്തി നടക്കുന്നത്. ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. എല്ലാവർക്കും വേണ്ടി ഈ സ്വർഗീയ നഗരം ഒരുക്കുന്നില്ല. ഞാനും ഒരു ക്രിസ്ത്യാനിയാണ് എന്ന് അവകാശപ്പെട്ടത് കൊണ്ട് ആർക്കും ഈ സ്വർഗീയ ഭവനം ലഭിക്കുന്നില്ല. അതിനു വേണ്ട ക്വാളിറ്റീസ് ഈ വേദഭാഗത്തിൽ പറയുന്നുണ്ട്. ഒന്ന്, ഭൂമിയിൽ അവർ അന്യരും പരദേശികളുമാണ് എന്ന് ഏറ്റുപറഞ്ഞു. അവർ മുമ്പുണ്ടായിരുന്ന ഭൗതിക നന്മകളിലേക്ക് തിരികെ പോയില്ല. വിട്ടതിലേക്ക് അവർ ഒരിക്കലും തിരിഞ്ഞു നോക്കിയില്ല. മൂന്നാമതായി, അവർ സ്വർഗീയമായതിനെ, അധികം നല്ലതിനെ കാക്ഷിച്ചിരുന്നു. ഇവിടുത്തെ വസ്തുക്കളല്ല, നല്ല വീടല്ല, ധാരാളം പണമോ ഏറ്റവും ഉയർന്ന സ്ഥാനമാനങ്ങളോ അല്ല അവർ കാക്ഷിച്ചത്. അതിനേക്കാളും നല്ലത് സ്വർഗീയമായതിനെ അവർ കാക്ഷിച്ചു. അതുകൊണ്ട് അവർക്കായി ദൈവം
ഒരു നഗരം ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ വിഷയം ആ നഗരത്തിൽ, ആ സ്വർഗീയ നഗരത്തിൽ നമ്മളും കടക്കുമോ എന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവം നമ്മോട് പറയുന്നു, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കണം. ഈ വിശുദ്ധി കൂടാതെ ആർക്കും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല. 1 പത്രോസ് 1:15-16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവിധം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കുവിൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒരു ദൈവ പൈതൽ സുവിശേഷം പറയണം. അത് അവൻ്റെ മേലുള്ള കടമയാണ്. സുവിശേഷം പ്രസംഗിക്കുന്നില്ല എങ്കിൽ അയ്യോ എനിക്ക് കഷ്ടം എന്നാണ് പൗലോസ് പറഞ്ഞത്. എന്നാൽ അതേ സമയം തന്നെ സുവിശേഷം പ്രസംഗിക്കുന്നവർ സുവിശേഷത്തിന് യോഗ്യമായ രീതിയിൽ വർത്തിക്കണം. സുവിശേഷം വിശുദ്ധമാണ്. കർത്താവായ യേശുക്രിസ്തു പരിശുദ്ധനാണ്. ആര് സുവിശേഷം പറയുന്നുവോ അറിയിക്കുന്നുവോ അവർ വിശുദ്ധ ജീവിതം നയിക്കണം. അനേകരോട് സുവിശേഷം അറിയിച്ച പൗലോസ് പ്രകാരമാണ് പറയുന്നത്, പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി തീരാതിരിക്കുവാൻ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അശുദ്ധമായ അധരങ്ങളുള്ള ഒരുവൻ സുവിശേഷം പറയാൻ പാടില്ല. രഹസ്യപാപങ്ങളുള്ളവൻ സുവിശേഷം ഘോഷിക്കുവാൻ അവന് ദൈവം അധികാരം കൊടുക്കുന്നില്ല. ഒരിക്കലൊരു ഡോക്ടർ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ, നിങ്ങൾക്ക് കുറച്ച് മാനസിക ഉല്ലാസം ലഭിക്കുവാൻ പട്ടണത്തിൽ ഒരു നല്ല റിക്രിയേഷൻ, ഒരു നല്ല വിനോദം, എൻ്റർടൈൻമെൻറ്റ് നടക്കുന്നുണ്ട്. അതിൽ പോയി നിങ്ങൾ പങ്കെടുക്കുകയാണെങ്കിൽ ആ കളികൾ കണ്ടാൽ നിങ്ങളുടെ മനസ്സിന് വലിയ സന്തോഷം ലഭിക്കുമെന്ന് ഡോക്ടർ പാസ്റ്ററോട് പറഞ്ഞു. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, ആ കളി എനിക്ക് കാണാൻ പറ്റില്ല. കാരണം ആ കളിയിൽ അശുദ്ധമായ ചില കാര്യങ്ങളും കൂട്ടിക്കലർത്തിയിട്ടുണ്ടായിരുന്നു. ഡോക്ടറോട് പാസ്റ്റർ പറഞ്ഞു, ഡോക്ടർ, നിങ്ങളൊരു രോഗിയെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എത്രയോ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. അശുദ്ധമായ കരങ്ങളോടെ, അഴുക്ക് പിടിച്ച വസ്ത്രങ്ങളോടെ ഡോക്ടറായി നിങ്ങളൊരിക്കലും രോഗിയെ ഓപ്പറേറ്റ് ചെയ്യുകയില്ല. ആദ്യം നിങ്ങൾ തന്നെ നിങ്ങളുടെ ശരീരത്തെ ശുദ്ധമാക്കിയതിന് ശേഷമാണ് രോഗിയെ ഓപ്പറേഷന് വിധേയമാക്കുക. ഞങ്ങൾ ദൈവദാസന്മാരാണ്, പാസ്റ്റർമാരാണ്. ഡോക്ടർമാരായ നിങ്ങൾ ശരീരത്തെയാണ് കീറിമുറിക്കുന്നത്. എന്നാൽ ശരീരത്തെക്കാളും വിലയുള്ള മനുഷ്യ ആത്മാവുകളെയാണ് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് വിശുദ്ധമായൊരു ജീവിതമില്ലാതെ ഞങ്ങൾക്കൊരിക്കലും ഈ ദൈവവേല ചെയ്യുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് അത്തരം കളികൾ കാണാൻ എനിക്ക് സാധ്യമല്ല. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്ന ഓരോ വ്യക്തിയും വിശുദ്ധനായിരിക്കണം. അത് ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടക്കണം. ഭാര്യയോട് കോപിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് അവസാനിപ്പിച്ചിട്ട് മതി സുവിശേഷം അറിയിക്കുവാൻ. സാമ്പത്തിക കാര്യങ്ങളിൽ നുണ പറയുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ദ്രവ്യാഗ്രഹത്തെ മരിപ്പിച്ചിട്ട് മതി സുവിശേഷം പറയുവാൻ. ഒരിക്കലൊരു ദൈവദാസൻ, അദ്ദേഹം വളരെ പ്രസിദ്ധനായ ഒരു സുവിശേഷകനായിരുന്നു, ഇന്ത്യയിൽ മാത്രമല്ല വിദേശങ്ങളിലും. പക്ഷേ ദൈവാത്മാവ് അദ്ദേഹത്തിൻ്റെ ബലഹീനത വെളിപ്പെടുത്തി. അദ്ദേഹം ഭാര്യയോട് കോപിക്കുമായിരുന്നു. പാപത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ബോധ്യം വരുത്തിയപ്പോൾ തൻ്റെ എല്ലാ സുവിശേഷ യാത്രകളും പ്രസംഗങ്ങളും റദ്ദാക്കി. പ്രശസ്തിയുടെ അത്യുച്ചകോടിയിൽ നിൽക്കുമ്പോഴാണ് ഇനി ഒരു മീറ്റിങ്ങിനും പോകുകയില്ല എന്ന് പറഞ്ഞ് അതെല്ലാം റദ്ദാക്കുന്നത്. താൻ ഏകനായിരുന്നു പ്രാർത്ഥിച്ചു, കർത്താവെ, ഭാര്യയോട് കോപിക്കുന്ന ഈ സ്വഭാവത്തിൽ നിന്ന് എനിക്ക് വിമോചനം കിട്ടാതെ ഞാൻ സുവിശേഷം അറിയിക്കുകയില്ല. അങ്ങനെ പ്രാർത്ഥിച്ചു. ആ കാര്യത്തിന്മേൽ ജയം എടുത്തതിന് ശേഷം മാത്രമാണ് അദ്ദേഹം പിന്നീട് സുവിശേഷം അറിയിക്കാൻ തുടങ്ങിയത്. അതിനുശേഷം യഥാർത്ഥ ഉപദേശങ്ങൾ, ദൈവസഭയ്ക്ക് ആവശ്യമായ പല നല്ല ദൂതുകളും പറയുവാൻ ദൈവം അദ്ദേഹത്തെ ഉപയോഗിച്ചു, ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വിശുദ്ധമായ സുവിശേഷം ഒരു വിശുദ്ധമായ അധരത്തിലൂടെയാണ് പുറത്തു വരേണ്ടത്. സങ്കീർത്തനങ്ങൾ 50:16 മുതൽ വായിക്കുന്നു, എന്നാൽ ദുഷ്ടനോട് ദൈവം അരുളി ചെയ്യുന്നു, നീ എൻ്റെ ചട്ടങ്ങളെ അറിയിക്കുവാനും എൻ്റെ നിയമത്തെ നിൻ്റെ വായിലെടുക്കുവാനും നിനക്കെന്ത് കാര്യം? നീ ശാസനയെ വെറുത്ത് എൻ്റെ വചനങ്ങളെ നിൻ്റെ പുറകിൽ എറിഞ്ഞു കളയുന്നുവല്ലോ. കള്ളനെ കണ്ടാൽ നീ അവന് അനുകൂലപ്പെടുന്നു, വ്യഭിചാരികളോട് നീ പങ്കുകൂടുന്നു. നിന്റെ വായ് നീ ദോഷത്തിന് വിട്ടുകൊടുക്കുന്നു, നിന്റെ നാവ് വഞ്ചന പറഞ്ഞുണ്ടാക്കുന്നു. നീ ഇരുന്ന് നിന്റെ സഹോദരന് വിരോധമായി സംസാരിക്കുന്നു, നിന്റെ അമ്മയുടെ മകനെക്കുറിച്ച് അപവാദം പറയുന്നു. അശുദ്ധൻ വിശുദ്ധ വചനങ്ങളെ കൈകാര്യം ചെയ്യരുത് എന്ന് ഈ വേദഭാഗം നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്.
ചില വേദഭാഗങ്ങൾ കൂടി ഇതിനോടനുബന്ധിച്ച് വായിക്കുന്നു. 2 പത്രോസ് 2:19. 2 പത്രോസ് 2:19. തങ്ങൾ തന്നെ നാശത്തിൻ്റെ അടിമകളായിരിക്കെ മറ്റുള്ളവർക്കും സ്വാതന്ത്ര്യത്തെ വാഗ്ദത്തം ചെയ്യുന്നു. ഒരുത്തൻ ഏതിനോട് തോൽക്കുന്നുവോ അതിൻ്റെ അടിമയാകുന്നു. 2 പത്രോസ് 2:19. തങ്ങൾ തന്നെ നാശത്തിൻ്റെ അടിമകളായിരിക്കെ മറ്റുള്ളവർക്കും സ്വാതന്ത്ര്യത്തെ വാഗ്ദത്തം ചെയ്യുന്നു. ഒരുത്തൻ ഏതിനോട് തോൽക്കുന്നുവോ അതിൻ്റെ അടിമയാകുന്നു. യാക്കോബ് എഴുതിയ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം. സഹോദരന്മാരെ, അധികം ശിക്ഷാവധി വരും എന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാർ ആകരുത്. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ പാലിക്കും. കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കാതെ എങ്ങനെയാണ് കർത്താവിന് വേണ്ടി ചില വേലകൾ ചെയ്യാൻ കഴിയുക? നമുക്ക് ആത്മാർത്ഥമായി കർത്താവിനോട് സ്നേഹമുണ്ടെങ്കിൽ നാം ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുകയില്ല. എനിക്ക് യേശുവിനോട് വലിയ സ്നേഹമാണ്, വലിയ സമർപ്പണമാണ് എന്ന് പറഞ്ഞ് ആർക്കും വെറുതെ ഇരിക്കാൻ സാധ്യമല്ല. യേശുവിനോട് സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹം ചില കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മെ നിർബന്ധിക്കും. പൗലോസ് യേശുവിനെ സ്നേഹിച്ചു. കാരണം ആദ്യം പൗലോസ് യേശുവിനെ സ്നേഹം അറിഞ്ഞു. ശിഷ്ടകാലം യേശുവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ അദ്ദേഹം തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചു. ധാരാളം കഷ്ടപ്പാടുകൾ, ഉപദ്രവങ്ങൾ സുവിശേഷ നിമിത്തം പൗലോസ് അനുഭവിച്ചു. ആരാണ് പൗലോസിനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിർബന്ധിച്ചത്? പൗലോസ് തന്നെ ഉത്തരം പറയുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. അതുകൊണ്ട് യേശുവിനെ എനിക്ക് ആത്മാർത്ഥമായി സ്നേഹമുണ്ട് എന്നൊരുവന് പറയാൻ, യേശുവിനെ എനിക്ക് ആത്മാർത്ഥമായി സ്നേഹമുണ്ട് അങ്ങനെ പറഞ്ഞ് മിണ്ടാതിരിക്കാൻ സാധ്യമല്ല. അതൊരു പ്രവൃത്തിയിലേക്ക് നമ്മെ നയിക്കും. ഒരിക്കലൊരു സഹോദരി, അവൾ പാപിനിയാണ്, യേശു ക്രിസ്തുവിൻ്റെ അരികിലേക്ക് വന്നാൽ പാപമോചനം കിട്ടും. അവൾ യേശുവിനെ സ്നേഹിച്ചു. ആ സ്നേഹം ഒരു പ്രവൃത്തിയിലൂടെ അവൾ വെളിപ്പെടുത്തി. അവൾ കണ്ണുനീർ കൊണ്ട് യേശുവിൻ്റെ പാദങ്ങൾ നനയ്ക്കുകയും സ്വന്തം തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചെയ്തു. അത് കണ്ടപ്പോൾ യേശു പറയുകയാണ്, അവൾ വളരെ സ്നേഹിച്ചുവല്ലോ. യേശുവിനെ വളരെ സ്നേഹിച്ചാൽ അത് ചില പ്രവൃത്തികളിലേക്ക് നമ്മെ കൊണ്ടുപോകും. എന്തുകൊണ്ടാണ് അനേകം ദൈവദാസന്മാർ കഷ്ടത അനുഭവിച്ചുകൊണ്ട്, പട്ടിണി കിടന്നുകൊണ്ട്, ഉപദ്രവത്തിൻ്റെയും ഭീഷണിയുടെയും നടുവിൽ സുവിശേഷം അറിയിച്ചു കൊണ്ടിരിക്കുന്നത്? അവർ യേശുവിനെ സ്നേഹിക്കുന്നു. യേശുവിൻ്റെ സ്നേഹം അവരെ ഒരു പ്രവൃത്തിയിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 21:15. അവർ പ്രാതൽ കഴിച്ചതിന് ശേഷം യേശു ശീമോൻ പത്രോസിനോട്, യോഹന്നാൻ്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. തൻ്റെ ആടുകളെ മേയ്ക്കുവാൻ ഒരു ടെസ്റ്റ് കർത്താവ് വയ്ക്കുകയാണ്. എന്താണ് ആ ടെസ്റ്റ്? ഇവരേക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? അതെ, ഞാൻ സ്നേഹിക്കുന്നു. അങ്ങനെയെങ്കിൽ എൻ്റെ ആടുകളെ മേയ്ക്കുക. കർത്താവിന് വേണ്ടി ചില ശുശ്രൂഷകൾ ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് കർത്താവിനോട് അകമഴിഞ്ഞ ഒരു സ്നേഹമുണ്ടായിരിക്കണം. യേശുക്രിസ്തുവുമായുള്ള ആ വ്യക്തിപരമായ സ്നേഹബന്ധത്തിൽ നിന്നാണ് ട്രാക്റ്റ് കൊടുക്കുകയോ പാട്ടുപാടുകയോ ആരാധനയ്ക്ക് പോകുകയോ ഭവന സന്ദർശനം നടത്തുകയോ രോഗി സന്ദർശനം നടത്തുകയോ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം യേശുക്രിസ്തുവിനോടുള്ള സ്നേഹം. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കർത്താവായ യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ചില നല്ല ആഗ്രഹങ്ങൾ തരും. മകനെ, നീ സുവിശേഷം അറിയിക്കണം, ട്രാക്റ്റ് കൊടുക്കണം, ആ രഹസ്യപാപം നീ ഉപേക്ഷിക്കണം. കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ ചില ആഗ്രഹങ്ങൾ തരികയാണെങ്കിൽ അത് കേവലം ആഗ്രഹമായി നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കരുത്. അത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരണം. ഒരുവന് കർത്താവ് ദൈവത്തിൻ്റെ വചനം അറിയിക്കുവാൻ, സുവിശേഷ ലേഖ കൊടുക്കുവാനും ഭവന സന്ദർശനം നടത്തുവാനും വലിയ താല്പര്യം കൊടുത്തു. ആ ആഗ്രഹം ഉള്ളിലുണ്ട് എങ്കിലും അവനൊന്നും ചെയ്തില്ല. ചില മാസങ്ങൾ, വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി, എൻ്റെ ഹൃദയത്തിൽ ഇപ്പോൾ അങ്ങനെയുള്ള ഒരു ആഗ്രഹവും ഇല്ല. നല്ലൊരാഗ്രഹം ദൈവം നമുക്ക് തരികയും ആ ആഗ്രഹത്തിനൊത്ത് ചില ചുവടുകൾ നമ്മൾ വയ്ക്കാതിരിക്കുകയും ചെയ്താൽ പിന്നെ നാം തിരഞ്ഞു നോക്കിയാൽ ആഗ്രഹം പോലും ഇല്ല. ഇന്ന് ചില സഭകളിലെ ചില വിശ്വാസികൾക്ക് സുവിശേഷം ആരോടും പറഞ്ഞില്ലെങ്കിലും അതിൽ പ്രത്യേകിച്ച് കുറ്റബോധമോ പ്രയാസമോ തോന്നാറില്ല. കാരണം വർഷങ്ങൾക്ക് മുമ്പ് സുവിശേഷം അറിയിക്കുവാൻ അവരുടെ ഹൃദയത്തിൽ ദൈവം ആഗ്രഹം കൊടുത്തതായിരുന്നു. അതിനനുസരിച്ച് അവർ ഒന്നും ചെയ്യാത്തത് കൊണ്ട് ഇപ്പോൾ അവരുടെ ഹൃദയത്തിൽ അങ്ങനെയുള്ള ആഗ്രഹമോ താല്പര്യമോ ഇല്ല. കർത്താവിനോടുള്ള സമർപ്പണം എന്ന് പറഞ്ഞാൽ എന്താണ്?
എനിക്ക് വലിയ സ്നേഹമാണ്, വലിയ സമർപ്പണമാണ് എന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കുന്നതല്ല. സ്നേഹം നമ്മെ ഒരു പ്രവൃത്തിയിലേക്ക് നയിക്കും. യേശു ക്രിസ്തുവിനോടുള്ള സമർപ്പണം ഒരു പ്രവൃത്തിയിലേക്ക് നമ്മെ കൊണ്ടുപോകും. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. മകനെ, നിൻ്റെ ഹൃദയം എനിക്ക് തരിക. കർത്താവ് നമ്മോട് ചോദിക്കുകയാണ്. എന്തിനാണ് കർത്താവ് നമ്മുടെ ഹൃദയത്തെ ചോദിക്കുന്നത്? നമ്മുടെ ഹൃദയത്തിൽ നാം വേണ്ടാത്ത പല കാര്യങ്ങളും നിറച്ചു വെച്ചിട്ടുണ്ട്. സ്വയസ്നേഹം, ചില വ്യക്തികളോടുള്ള അമിതമായ സ്നേഹം, ചില വസ്തുക്കളോടുള്ള സ്നേഹം, ലോകസ്നേഹം, ഇങ്ങനെ അരുതാത്ത പലതും നാം നമ്മുടെ ഹൃദയത്തിൽ നിറച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മോട് തന്നെ സ്വാർത്ഥത നിറഞ്ഞ സ്നേഹം, എൻ്റെ കാര്യം നടക്കണം, ഇങ്ങനെയുള്ള സ്നേഹങ്ങളൊക്കെ നമുക്ക് അപകടം വരുത്തുന്നതാണ്. അതുകൊണ്ട് ദൈവം നമ്മുടെ ഹൃദയത്തെ ചോദിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ഹൃദയത്തിൽ നാം തന്നെ നമുക്ക് ദോഷം വരുത്തുന്ന സ്വയസ്നേഹവും മറ്റു സ്നേഹങ്ങളൊക്കെ മാറ്റി ദൈവത്തിൻ്റെ പരിശുദ്ധമായ സ്വാർത്ഥതയില്ലാത്ത സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിറയ്ക്കുവാൻ വേണ്ടിയാണ് ദൈവം നമ്മുടെ ഹൃദയം ചോദിക്കുന്നത്. മകനെ, നിൻ്റെ ഹൃദയം എനിക്ക് തരിക. അങ്ങനെ നമ്മുടെ ഹൃദയം നാം കർത്താവിന് കൊടുക്കുകയും നാം തന്നെ സ്റ്റോക്ക് ചെയ്തിട്ടുള്ള നമുക്ക് അപകടം വരുത്തുന്ന ആ സ്വാർത്ഥതയുടെ സ്നേഹങ്ങളൊക്കെ അങ്ങ് മാറ്റുകയും ചെയ്യുമ്പോൾ, നമ്മുടെ ഹൃദയത്തിൽ തികച്ചും ദൈവസ്നേഹം അങ്ങ് നിറയുമ്പോൾ, പിന്നെ നമുക്ക് ലോകത്തെ സ്നേഹിക്കുവാൻ, ലോകത്തിലെ വസ്തുക്കളെ സ്നേഹിക്കുവാൻ, നമ്മുടെ സ്വയത്തെ സ്നേഹിക്കുവാൻ തോന്നുകയില്ല. ഇന്ന് പലരും യേശുവിൻ്റെ പേരിൽ പണം സമ്പാദിക്കുവാൻ, സ്ഥാനമാനങ്ങൾ നേടുവാൻ, സഭാ കേന്ദ്രങ്ങളിൽ ഇലക്ഷൻ വഴിയായാലും അധികാരം പിടിച്ചു പറ്റുവാനെല്ലാം തത്രപ്പെടുകയാണ്. അതിൻ്റെ കാരണം ദൈവസ്നേഹം കാര്യമായിട്ടൊന്നും നിറച്ചു വച്ചിട്ടില്ല. നമ്മുടെ ഹൃദയത്തിൽ ദൈവസ്നേഹം നിറയുകയാണ് എങ്കിൽ അതിൻ്റെ തെളിവെന്താണ്? ഇവിടുത്തെ പണത്തെ നമുക്ക് സ്നേഹിക്കാൻ തോന്നില്ല, പദവികൾ നമുക്ക് വെറുപ്പായി തോന്നും. ദൈവസ്നേഹം നമ്മുടെ ഹൃദയത്തിൽ സമൃദ്ധമായി ഉണ്ട്. തെളിവെന്താണ്? പിന്നെ നമുക്ക് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുവാനായിരിക്കും താല്പര്യം. ലോകസ്നേഹം ഉള്ളിൽ നിന്ന് മാറണം. ദൈവസ്നേഹം ഉള്ളിൽ കടക്കുവാനൊരു തടസ്സമാണ് അത്. നമുക്ക് നമ്മോട് തന്നെയുള്ള അതിരുകടന്ന സ്നേഹവും മറ്റു വ്യക്തികളോടുള്ള ചില സ്വാർത്ഥത നിറഞ്ഞ സ്നേഹങ്ങളും ഒക്കെ ഹൃദയത്തിൽ കുടികൊള്ളുകയാണ് എങ്കിൽ ദൈവത്തിൻ്റെ നിർമ്മലമായ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ വന്നു നിറയാൻ തടസ്സമാണ്. അതുകൊണ്ട് കർത്താവ് ചോദിക്കുന്നു, മകനെ, നിൻ്റെ ഹൃദയം എനിക്ക് തരിക. ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ അങ്ങ് വന്നു നിറയുമ്പോൾ പിന്നെ ഭൂമിയിലെ കാര്യങ്ങളെല്ലാം, ഈ ദൈവം എവിടെ ഇരിക്കുന്നുവോ ആ ഉയരത്തിലെ കാര്യങ്ങൾ തന്നെ അന്വേഷിക്കുവാൻ നമ്മുടെ ഹൃദയത്തിന് വലിയ താല്പര്യം ഉണ്ടാകും. ഇനി പല വിശുദ്ധരും ദൈവമക്കളും പറയാറുണ്ട്, ഞങ്ങൾക്ക് ആത്മീയമായി ഞങ്ങളെ വളർത്തുവാൻ പറ്റിയ നേതാക്കളെ, പാസ്റ്റർമാരെ കാണാനില്ല, നല്ല മാതൃകയുള്ള വിശ്വാസികളെ കാണാനില്ല, ഞങ്ങളെ നല്ല വഴിയിലേക്ക് കൈപ്പിടിച്ച് നടത്തുന്ന ശുശ്രൂഷകന്മാരെ കാണാനില്ല, വളരെ വിശുദ്ധിയോടെ ജീവിക്കുന്ന സഹോദരന്മാരെയോ സഹോദരിമാരെയോ കാണാനില്ല. അങ്ങനെയുള്ളവർ ഞങ്ങളുടെ ചുറ്റും ഉണ്ടായിരുന്നെങ്കിൽ, ഞങ്ങളുടെ ചർച്ചിലുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് എത്ര ആത്മീക വളർച്ച എളുപ്പത്തിൽ പ്രാപിക്കാമായിരുന്നു. എന്തു ചെയ്യാം? അത് കാണുന്നില്ല. എന്നാൽ അതിനുള്ള ഒരു ഉത്തരമാണ്, ഈ ചോദ്യങ്ങൾക്കുള്ളൊരു ഉത്തരം ലൂക്കോസ് 6:31. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് പോലെ തന്നെ അവർക്കും ചെയ്യുവിൻ. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണം എന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് പോലെ തന്നെ അവർക്കും ചെയ്യുവിൻ. ഇതൊരു ഗോൾഡൻ ലോ ആണ്, സ്വർണ്ണ നിയമമാണ്. മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുക അത് നമ്മുടെ മാനുഷികമായൊരു സ്വഭാവമാണ്. മറ്റുള്ളവർ ഒരു നല്ല ആത്മീയ പ്രബോധനം പ്രസംഗിച്ചിരുന്നെങ്കിൽ, എൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് ഉതകുന്നൊരു പ്രസംഗം ദൈവദാസനിൽ നിന്ന് കേട്ടിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. എന്നാൽ അങ്ങനെ പ്രതീക്ഷിക്കാതെ, കർത്താവേ, എനിക്ക് ആത്മീയ വളർച്ച മറ്റുള്ളവർക്ക് നൽകുന്നൊരു പ്രബോധനം അങ്ങ് തരികയും ഞാനത് പറയുകയും ചെയ്യുകയാണെങ്കിൽ അങ്ങനെ മറ്റുള്ളവർ ആത്മീയ വളർച്ച പ്രാപിക്കട്ടെ. കർത്താവേ, മറ്റുള്ളവർ മാതൃകയുള്ളവരായി ജീവിക്കുകയാണെങ്കിൽ അതെനിക്ക് വളരെ അനുഗ്രഹമാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നാൽ ഇനി തൊട്ട് അങ്ങനെയല്ല, ഞാൻ തന്നെ മറ്റുള്ളവർക്ക് മാതൃകയുള്ള ഒരു വിശുദ്ധനായി തീരുവാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. ഞാൻ പലതും മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുകയും അത് അവരിൽ കാണാതെ വരുമ്പോൾ പിറുപിറുക്കുകയും ഞാൻ തന്നെ അസ്വസ്ഥനാവുകയും ചെയ്യാറുണ്ട്. എന്നാൽ ഇന്നു മുതൽ കർത്താവേ, അങ്ങയുടെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണം എന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് പോലെ തന്നെ അവർക്കും ചെയ്യുവിൻ.
പ്രിയമുള്ളവരെ, കുടുംബത്തിൽ ചില വഴക്കുണ്ടാകാറുണ്ട്. നീ ഒരു ഭാര്യയായിട്ട് നിൻ്റെ കടമ നീ നിർവഹിക്കുന്നില്ല. ഭാര്യ പറയുന്നു, നിങ്ങളൊരു ഭർത്താവായിട്ട് നിങ്ങളുടെ കടമ നിങ്ങൾ നിർവഹിക്കുന്നില്ല. മാതാപിതാക്കൾ പറയുന്നു മക്കളോട്, നിങ്ങൾ മക്കളായിട്ട് ഞങ്ങളോടുള്ള ഉത്തരവാദിത്വമൊന്നും നിങ്ങൾക്കില്ലല്ലോ. മക്കൾ പറയുന്നത്, നിങ്ങളാണോ മാതാപിതാക്കൾ, മക്കൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നില്ല. അങ്ങനെ പറയുന്ന എല്ലാവർക്കുമുള്ള മറുപടിയാണ് ഈ സ്വർണ്ണ നിയമം. ലൂക്കോസ് 6:31. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് പോലെ തന്നെ അവർക്കും ചെയ്യുവിൻ. റോമാലേഖനം 12:9-18 വരെയുള്ള വാക്യങ്ങൾ. സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ, തീയതിനെ വെറുത്ത് നല്ലതിനോട് ചേർന്നുകൊള്ളുവിൻ. സഹോദരപ്രീതിയിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളുവിൻ. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെയും ആത്മാവിൽ എരിവുള്ളവരായും കർത്താവിനെ സേവിക്കുവിൻ. ആശയിൽ സന്തോഷിക്കുവിൻ, കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കുവിൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുവിൻ. വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യുവിൻ. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, ശപിക്കാതെ അനുഗ്രഹിക്കുവിൻ. സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടെ കരയുകയും ചെയ്യുവിൻ. തമ്മിൽ ഐക്യമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്നുകൊള്ളുവിൻ. നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാർ എന്ന് വിചാരിക്കരുത്. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെയും മുൻപിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിക്കുവിൻ. ഒരു വിശുദ്ധൻ എങ്ങനെ ജീവിക്കണം? യാതൊരു വ്യാഖ്യാനവും കൂടാതെ എല്ലാവർക്കും വ്യക്തമായി മനസ്സിലാക്കാവുന്ന ഭാഷയിലാണ് അപ്പസ്തോലൻ പരിശുദ്ധാത്മാവിൽ ഈ വാക്യങ്ങൾ എല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നാം മാതൃകയുള്ളവരാകണം. മറ്റുള്ളവരിൽ നിന്ന് നല്ല മാതൃക പ്രതീക്ഷിക്കാൻ എളുപ്പമാണ്, പക്ഷേ നാം മാതൃകയുള്ളവരാകണം. നമ്മുടെ ജീവിതം മറ്റുള്ളവരെ സ്വാധീനിക്കും. മനുഷ്യൻ്റെ ഒരു പ്രത്യേകത, അവൻ മറ്റുള്ളവരെ അനുകരിക്കും. നാം നല്ല മാതൃകയുള്ളവരാണെങ്കിൽ വിശുദ്ധിയിൽ, പ്രാർത്ഥിക്കുന്നതിൽ, സുവിശേഷം അറിയിക്കുന്നതിൽ, സഹിക്കുന്നതിൽ, ക്ഷമിക്കുന്നതിലൊക്കെ നാം മാതൃകയുള്ളവരാണെങ്കിൽ നമ്മുടെ പരിസരത്തുള്ളവരും ആ നല്ല മാതൃകയാൽ സ്വാധീനിക്കപ്പെട്ട് അവരും അത് അനുകരിക്കാൻ തുടങ്ങും. എന്നാൽ നമ്മൾ ദുർമാതൃക കാഴ്ചവെക്കുന്നവരാണെങ്കിൽ ദ്രവ്യാഗ്രഹികളും കപടഭക്തിക്കാരും വ്യാജപ്രവചനത്തിൽ മുറുകെ പിടിക്കുന്നവരും സൂത്രം കാണിക്കുന്നവരും കൗശലം കാണിക്കുന്നവരും ഒക്കെയാണ് എങ്കിൽ, നമ്മുടെ ഭക്തി ഒരു ആദായ ലാഭത്തിന് വേണ്ടിയാണ് എങ്കിൽ, സ്വന്തം കാര്യം നേടുവാനുള്ള ഒരു മാർഗമായി ഈ ക്രിസ്തുമാർഗത്തെ നമ്മൾ ഉപയോഗിക്കുന്നുവെങ്കിൽ അത് മറ്റുള്ളവരെയും തെറ്റായ രീതിയിൽ സ്വാധീനിക്കും. ഒന്നുകിൽ നമ്മൾ നന്മയിലേക്ക് മനുഷ്യരെ സ്വാധീനിക്കും, അല്ലെങ്കിൽ അവർക്ക് തെറ്റു ചെയ്യുവാൻ നാം തന്നെ ഒരു ഇടർച്ചക്കല്ലായി മാറും. എന്നാൽ ഒരു വിശുദ്ധൻ മറ്റുള്ളവർക്ക് തെറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കുന്നവനല്ല. അവൻ്റെ ജീവിതം തന്നെ മറ്റുള്ളവരെ നന്മയിലേക്ക് നയിക്കുവാൻ ശക്തമാണ്. അതുകൊണ്ട് സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ, തീയതിനെ വെറുത്ത് നല്ലതിനോട് ചേർന്ന് കൊള്ളുവിൻ. പ്രിയമുള്ളവരെ, ഒരു സഹോദരൻ നമ്മോട് ആത്മീക വർധന വരുത്താത്ത ഒരു ടോപ്പിക്കാണ് സംസാരിക്കാൻ തുടങ്ങുന്നതെങ്കിൽ, മറ്റുള്ളവരുടെ കുറ്റവും കുറവുമാണ് ആ സഹോദരൻ പറയുന്നതെങ്കിൽ, നമ്മളത് കേട്ട് കഴിഞ്ഞ് നമ്മളും കുറ്റവും കുറവും മറ്റുള്ളവരുടെ പറഞ്ഞാൽ അവിടെ പിശാച് ജയിക്കും. അപ്പോൾ നാം വിശുദ്ധർക്ക് യോഗ്യമായ രീതിയിലല്ല പെരുമാറുന്നത്. മറ്റൊരു സഹോദരൻ നമ്മോട് മറ്റുള്ളവരുടെ, നമ്മുടെ സമീപത്തില്ലാത്ത ചിലരുടെ കുറ്റങ്ങൾ, അപവാദങ്ങൾ പറയുമ്പോൾ നമ്മൾ എന്താണ് മറുപടി പറയേണ്ടത്? നാം പറയേണ്ടത് യേശു നമുക്ക് ചെയ്ത നന്മകളാണ് പറയേണ്ടത്. അദ്ദേഹം മറ്റുള്ളവരുടെ കുറ്റം പറയുമ്പോൾ നമ്മൾ അതിന് പ്രോത്സാഹനം കൊടുക്കാതെ, ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നത് അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ നിങ്ങൾ ഘോഷിക്കണമെന്നാണ്. അദ്ദേഹം തൻ്റെ അറിവില്ലായ്മയിൽ ചിലരുടെ പോരായ്മകൾ പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത് യേശു നമുക്ക് ചെയ്ത നന്മകളാണ്. ഈ ആയുഷ്കാലം മുഴുവനും ഉണ്ടായാലും കർത്താവായ യേശു ക്രിസ്തു നമുക്ക് ചെയ്ത നന്മകൾ മറ്റുള്ളവരോട് പറഞ്ഞ് തീരുകയില്ല. സ്വർഗത്തിൽ പോയാലും യേശു ക്രിസ്തു നമ്മോട് കാണിച്ച ഉപകാരത്തെക്കുറിച്ച് വിശദീകരിച്ച് നാം മടുത്തു പോവുകയില്ല. ഇനിയൊന്നും പറയാനില്ലല്ലോ, എല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ, അങ്ങനെ ഒരിക്കലും വരികയില്ല. വചനം പറയുന്നത് പോലെ പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നാം യേശുവിൻ്റെ നന്മകൾ പറയുമ്പോൾ
നമ്മോട് കുറ്റം പറയാൻ വന്ന സഹോദരനും മാനസാന്തരപ്പെടുന്നു. അദ്ദേഹവും പിന്നെ കുറ്റം പറയുന്നത് ഉപേക്ഷിച്ച് യേശുവിനെക്കുറിച്ചുള്ള നന്മകൾ തൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത കാര്യങ്ങൾ പറയാൻ തുടങ്ങും. അങ്ങനെ ആ വ്യക്തിയെ നന്മയിലേക്ക് സ്വാധീനിക്കാൻ നമുക്ക് കഴിയും. മറ്റുള്ളവർക്ക് നന്മ ചെയ്യണം, സാമ്പത്തികമായി സഹായിക്കണം, ശാരീരികമായിട്ടാണ് സഹായിക്കേണ്ടതെങ്കിൽ അതും ചെയ്യണം. പക്ഷേ പണമുണ്ടെങ്കിൽ മാത്രമേ ആ മേഖലയിൽ നമുക്ക് സഹായിക്കാൻ കഴിയൂ. ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ ആ രീതിയിൽ മറ്റുള്ളവനെ സഹായിക്കാൻ കഴിയൂ. എന്നാൽ പണമില്ലെങ്കിലും നല്ല ആരോഗ്യമില്ലെങ്കിൽ പോലും നമുക്ക് മറ്റുള്ളവരെ നന്മയിലേക്ക് നയിക്കാൻ പറ്റും. മറ്റുള്ളവരോട് നല്ല വാക്കുകൾ പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ നമുക്ക് കഴിയും. അതിന് പണം വേണ്ട. നിരാശയിലും മൂകതയിലും കഴിയുന്ന വ്യക്തികളോട് ദൈവവചനത്തിൽ നിന്ന് ആശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും വാക്കുകൾ പറഞ്ഞ് പ്രത്യാശ നഷ്ടപ്പെട്ടവന് പ്രത്യാശ നൽകുവാൻ നമ്മുടെ വാക്കുകൾക്ക് ശേഷിയുണ്ട്. പാപത്തിൻ്റെ പിടിയിൽ അകപ്പെട്ടവന് അതിൻ്റെ അപകടം മനസ്സിലാക്കി അവനെ നന്മയിലേക്ക് തിരിക്കുവാൻ നമ്മുടെ നാവിന് കഴിയും. അതിന് ദൈവം നമുക്ക് വചനം തന്നിരിക്കുന്നു. അത് പറയുവാനായി പണത്തിൻ്റെ ചിലവില്ല. നാം ഒരു സഹോദരനോട് ഒരു ടോപ്പിക് സംസാരിക്കുമ്പോൾ ചിന്തിക്കണം, ഞാൻ ഈ ടോപ്പിക് സംസാരിച്ചാൽ എൻ്റെ ഈ കൂട്ടു സഹോദരന് കർത്താവിനുള്ള വിശ്വാസം കുറയുകയാണോ ചെയ്യുക, വർദ്ധിക്കുകയാണോ ചെയ്യുക? ഞാൻ ഈ ടോപ്പിക് അത് നിശ്ചയമായി എവിടെയോ എങ്ങോ സംഭവിച്ചതായിരിക്കും, ഏതോ ദൈവദാസൻ ചെയ്ത കാര്യമായിരിക്കാം. പക്ഷേ ഞാൻ ഈ കാര്യം പറയുകയാണെങ്കിൽ ഇത് കേൾക്കുന്ന എൻ്റെ സഹോദരൻ്റെ ആത്മീയ ജീവിതം അത് കൂടുതൽ ശക്തിയുള്ളതാകുമോ അതോ ദുർബലം ആകുമോ? അതുകൊണ്ട് എന്തും പറയുവാൻ നമുക്ക് അനുവാദമില്ല. മറ്റുള്ളവർ പലതും പറയുന്നുണ്ടായിരിക്കും, പക്ഷേ നമ്മുടെ നാവിനെ നിയന്ത്രിക്കേണ്ടത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അത് ഒരിടത്ത് നടന്ന വാസ്തവമായ കാര്യമായാലും പറയുവാൻ നമുക്ക് അനുവാദമില്ല. കാരണം തിരുവചനം നമുക്കൊരു നിർദ്ദേശം തരുന്നുണ്ട്, മറ്റുള്ളവരുടെ ആത്മീക വർധനയ്ക്കുതകും വിധം നല്ല കാര്യങ്ങൾ ഉചിതമായ രീതിയിൽ സംസാരിക്കുക. ഇതിലൊക്കെ നമ്മളൊക്കെ പരാജയം വരുത്തുന്നവരാണ്. നാം പലപ്പോഴും സംസാരിക്കുന്നത് നമ്മുടെ മനസ്സിന് രസം തോന്നുന്ന കാര്യങ്ങളാണ്, നമുക്ക് പറയാൻ താല്പര്യമുള്ള കാര്യങ്ങൾ. പക്ഷേ അതല്ല നാം പറയേണ്ടത്. മറ്റുള്ളവന് ആത്മീക വർധന വരുത്തുന്ന കാര്യങ്ങൾ മാത്രം സംസാരിക്കുക. എഫേസ്യ ലേഖനം 4:29 നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്കുതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവിൻ. നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്കുതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവിൻ. സാധാരണയായി ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒരുപക്ഷെ പല കുറവുകളും പരിമിതികളുള്ള വ്യക്തിയായാലും ആ മരിച്ചുപോയ ആൾ എത്ര നല്ലവനായിരുന്നു എന്ന് മുഖസ്തുതി പറയാറുണ്ട്. ഒരിക്കലും ഒരു സഹോദരി നിരന്തരമായി ഭർത്താവിനെ ശകാരിക്കും. കഠിനമായി ഭർത്താവ് ജോലി ചെയ്യുന്നവനാണ് എങ്കിലും ഭർത്താവിൻ്റെ എന്തെങ്കിലും കുറവുകൾ കണ്ടുപിടിച്ച് നിരന്തരമായി അദ്ദേഹത്തെ അസഹ്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഒരു ദിവസം ഭർത്താവ് മരിച്ചു. മൃതദേഹം കാണാൻ നാട്ടുകാരും പള്ളിയിലച്ഛനും ഒക്കെ വന്നു. ഇപ്പോൾ സഹോദരി പറയുകയാണ്, എൻ്റെ ഭർത്താവ് എത്രമാത്രം നല്ലവനാണ്, എത്രമാത്രം കഠിനമായി ജോലി ചെയ്യുന്നവനാണ്, എത്രമാത്രം എന്നെ സ്നേഹിക്കുന്നവനാണ്. എന്നാൽ ഭർത്താവ് ജീവനോടെ ഉള്ളപ്പോൾ ഒരിക്കൽ പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ഒന്ന് പറയുന്നത് കേൾക്കാൻ ആ ഭർത്താവിൻ്റെ ചെവി കൊതിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ആ ചെവിക്ക് ജീവനില്ല. ഇവൾ എത്രമാത്രം നല്ല കാര്യങ്ങൾ പറഞ്ഞാലും അത് കേൾക്കാനായി ഇപ്പോൾ ആ ചെവിക്ക് ശക്തിയില്ല. പ്രിയമുള്ളവരെ, ഒരു വ്യക്തിയെക്കുറിച്ച് നല്ല കാര്യം പറയുവാനായി ആ വ്യക്തി മരിക്കാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കരുത്. ജീവനോടിരിക്കുമ്പോൾ തന്നെ നല്ല വാക്കുകൾ പറയുക.